പരക്കെ മഴ. ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, ഈ അടുത്ത മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണോ അറിയാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പുകളും ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളും? ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ 7 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിൽ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറബിക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സാന്നിധ്യവും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതുമാണ് ഇത്തരത്തിൽ ഈ ദിവസങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴ കനക്കാനുള്ള കാരണമായി സൂചിപ്പിക്കുന്നത്. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മേഖലകളിൽ, അതായത് കേരള, ലക്ഷദ്വീപ് മേഖലകളിലെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നും പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ മടങ്ങിയെത്തണമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ പല മേഖലകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകട സാധ്യതയുള്ളതായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന അറിയിപ്പുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖലയിലേക്കും ഈ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ ആ പ്രദേശത്ത് താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ കാറ്റിനും മഴയ്ക്കുമൊപ്പം തന്നെ ഇടിമിന്നൽ സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്നുണ്ട്. ഇടിമിന്നൽ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ കാര്യമായ മഴ പെയ്യുന്നില്ല. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ പകൽ മുഴുവനും കാര്യമായി തന്നെ പെയ്തിരുന്നു. ആ മഴ പെയ്തും തോർന്നും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ സാഹചര്യമായിരുന്നു ഇന്നലെ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല. മലയോര മേഖലകളിലും അങ്ങനെയാണ്. വലിയ തരത്തിലേക്കുള്ള മഴ ഇന്നലെ രാത്രിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യങ്ങളോ എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകടങ്ങളോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും മഴ മുന്നറിയിപ്പിനെ കൃത്യമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് അതനുസരിച്ചുള്ള ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. ശക്തമാവുകയാണ്. 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ.